സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ പൊതുവെ നമ്മൾ പറയലും ഉച്ച സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും മിക്ക സമയത്തും നമ്മൾ വരുന്നുണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ കലവറ നോക്കിയപ്പോൾ ആണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് കാണുന്നുണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ കാണുന്നുണ്ട്, ബട്ടർ കാണുന്നുണ്ട്, പാല് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു സ്വീറ്റ് മയമാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. എൻ്റെ ഗസ്റ്റിനെയും ഷെഫിനൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് തുടങ്ങി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മധുരം ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം മാജിക് ഷെഫ് നളൻ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. അടിപൊളി ലുക്കിലാണ് അല്ലേ? ഒരു നാടൻ രീതി. എന്റെ ഡിഷും അപ്പൊ ഒരു നാടൻ രീതി. അതെ, അങ്ങനെ പിടിച്ചാലോ? അങ്ങനെ പിടിക്കാം. എല്ലാവരും ഒരു നാടൻ രീതിയിലാണ് എന്റെ ഒരു ഇതില് അല്ലേ? അത് ബൈ ഡീഫോൾട്ട് ആണോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇത് അറിയാണ്ട് തന്നെ നമുക്ക് ആ ഡിഷിന് ഒരു നാടൻ സ്റ്റൈലിൽ പിടിക്കാം. അതെ, പക്ഷെ ഇന്ന് നമ്മൾ എന്തോ മധുരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, ഒരു ചേഞ്ച്. ഓണമൊക്കെ വരികയല്ലേ, ഇഷ്ടംപോലെ മധുരക്കിഴങ്ങ് റോഡിൽ മൊത്തം കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ ലൈനിൽ പിടിക്കാൻ ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൈലാസേട്ടൻ വന്നപ്പോൾ വിഷുവിന്റെ ഷൂട്ടിന് വന്നപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് മധുരം ഉണ്ടാക്കിയത്. എന്ത് മധുരമായിരുന്നു? വാഴയില മധുരമായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ഇന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഐ എം എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് സ്വീറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചാലോ? അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം വൺ ആൻഡ് ഓൺലി നിഷ ചേച്ചി. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അടിപൊളിയാ. പക്ഷെ ഇതല്ലേ പടാർ ലുക്ക്? ഓരോരുത്തർക്കും ഭയങ്കര ഭംഗിയായിട്ട്. ഇന്ന് എല്ലാരും അപ്പൊ ഒരു നാടൻ അല്ലേ? നേരത്തെ പറഞ്ഞ നാടൻ. ഇതൊക്കെ മാറ്റി എന്റെ കോസ്റ്റ്യൂമായിരുന്നു. ഇത് ഇട്ടാൽ എനിക്ക് പാചകം വരും, ഇല്ലെങ്കിൽ നിങ്ങളെ കണക്ക് പാചകം മാത്രമേ അല്ലേ? ആ പറഞ്ഞേച്ചി, എന്തുകൊണ്ട് വിശേഷം? ഇന്ന് ചേച്ചിക്ക് ഓണം സംബന്ധമായിട്ട് ഒരു മിഷ്ടി മധുരം ചെയ്തു തരാന്ന് വിചാരിച്ചു. എന്ത് മധുരം? അതൊക്കെ തന്നെ മിഷ്ടി മധുരം. മിഷ്ടി മധുരം. മിഷ്ടി എന്ന് പറഞ്ഞാൽ കേർഡ് എന്നാണ് അർത്ഥം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും. അത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടുന്ന് പോയിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിച്ച്? അത് ഞാൻ സത്യം പറഞ്ഞ വീട്ടിലൊന്ന് പരീക്ഷയൊക്കെ നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. കുട്ടികള് എന്നെ ചീത്തയൊന്നും വിളിച്ചില്ല, ഞാൻ തുമ്മിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഇല്ല, ഇത് വിളിച്ചൊന്നുമില്ല. എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് അയച്ചു തരണം കേട്ടോ. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് ചേച്ചിയുടെ കൈപുണ്യം. അല്ലേ? കൈപുണ്യായിരുന്നില്ല കഴിഞ്ഞ വർഷം? ഓർമ്മയില്ല, നമ്മളോട് കഴിച്ച് ഇവിടെ ഉള്ള ക്രൂ എല്ലാം കഴിച്ചു. അല്ലേ? അടിപൊളി. അല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോ ലൈഫിൽ കുറെ ടേസ്റ്റ് നമ്മൾ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ ഡിഷസ്. പക്ഷെ വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് വരുമ്പോൾ അതൊരു അല്ലേ കുറച്ചാലും അതിലങ്ങ് പോവാം. അപ്പൊ അതുകൊണ്ട് ഇനിയും കുറച്ചാലും പോവാം. വേറെ അടുത്തത് പറഞ്ഞ് നോക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് മധുരക്കിഴങ്ങ്. ഇപ്പൊ നാട്ടിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഭയങ്കര ആന്റി ഓക്സിഡന്റും ഔഷധ ഗുണമുള്ള നമ്മുടെ വീട്ടിൽ മിക്കവാറും മേടിച്ച് ഞങ്ങള്. അടിപൊളി അടിപൊളി. ഇത് തന്നെ നമുക്ക് പല ഡിഷുകൾ ഉണ്ടാക്കാം. ഇത് വെച്ച് റൊട്ടി ഉണ്ടാക്കാം, നമ്മൾ ഉണ്ട ഉണ്ടാക്കാം, പിന്നെ അതിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കൊളക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാം, പിടി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് റബ്ഡി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ട്, ഒരു ഡെസേർട്ടാണ്. ഈ ഡെസേർട്ടിനെ ഒന്ന് മലയാളീകരിക്കാം. പിന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പം ഓണമൊക്കെ അടുത്ത് വരെയല്ലേ, അപ്പൊ ചേച്ചിക്ക് ഞെട്ടിക്കാം. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വാട്ടവരൽ ഉപയോഗിച്ച കണക്ക് ഒരു ചെറിയ മൺകലത്തിനകത്ത് സെർവ് ചെയ്യുന്ന പരിപാടിയൊക്കെ പണി തുടങ്ങാം അല്ലേ? കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചു തുടങ്ങാം. മിഷ്ടി മധുരം വളരെ സിമ്പിൾ ആയി ചടപടയിൽ നടക്കും. ഇതിപ്പോ ആക്ച്വലി വേവിച്ച നിങ്ങൾക്ക് എല്ലാവരും കാണാം അല്ലേ? മധുരക്കിഴങ്ങാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. അതെ, ചെയ്തോ. മൊത്തം മാഷ് ചെയ്തോ. കഴിക്കണമെങ്കിൽ മതി. കഴിക്കണമല്ലോ. ഈ തൊലിയൊക്കെ തൊലിയൊന്നും കളയണ്ട. പിന്നെന്താ കളയണ്ടേ? ഓ, എനിക്ക് തൊലി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മധുരക്കിഴങ്ങ് മാഷ് ചെയ്ത് മാഷ് പൊട്ടാറ്റോ പോലെ ആക്കാണ്. അതെ, ഓക്കേ. ആവട്ടെ. ഷെഫ് എന്നിട്ട് ചോദിക്കുമോ നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന ബട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ എടുത്തിടാണേ. നമ്മൾ ഈ ഷെഫ് മാഷ് ചെയ്യാൻ തന്നിട്ടേ പുള്ളി അവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതെ, ഇങ്ങോട്ടേക്ക് വേണ്ട, ഇതില് വേണ്ടേ? പൊട്ടറ്റ ചെയ്യുന്ന പോലെ വെച്ച്
നമ്മൾ ബട്ടർ മാഷ് ചെയ്തു. മാഷ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് അത്ര ഇട്ടുള്ളൂ തോന്നുന്നു. വെറുതെ നമ്മൾ ഇത് ഇത്രയും മതിയോ അപ്പോ? ഇത് ഇത്രയും മതിയോ? കുറച്ച് റിച്ച് ആക്കാണ്. ഇതിങ്ങനെ മതിയോ അപ്പോ? ഓ അത് ചുമ്മാ മാഷായ നമുക്ക് ഉടയ്ക്കാൻ പോകും. അതിന്റെ അകത്തേക്ക് ആൽമണ്ട് ഇട്ടു. എന്തൊക്കെയോ താഴെ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ആൽമണ്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ടെമ്പറേച്ചർ ഭയങ്കര ഭാഗമാണ്. ചേച്ചി സീരിയസ് ആയതുകൊണ്ട് നമ്മള് എത്രണ്ണം വേണം? ഒരു 10. ഇട്ടോ നമ്മളിതിലേക്ക് നമ്മളെ പൊട്ടറ്റോ മാഷ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല ആക്ച്വലി. ഇത് മാഷ് ചെയ്ത് മതി. ഓക്കെ നമ്മൾ മാഷ് ചെയ്ത് അപ്പൊ ആദ്യം ബട്ടർ ഇട്ടു കുറച്ച്, പിന്നെ നമ്മൾ ആൽമണ്ട് ഇട്ടു, അതിന് മുകളിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് സ്വീറ്റ് പൊട്ടറ്റോ ഇടുകയാണ് കേട്ടോ, ആഡ് ചെയ്യണം. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷങ്ങളിൽ ഓർമ്മിച്ചിരിക്കുന്ന നല്ല ഡിഷുകളായിരിക്കും. ഷൂട്ടിന്റെ ലൊക്കേഷൻ കാരണം മറ്റു ഫെയറാണല്ലോ, അത് മെസ്സാണ്. പിന്നെ പലരും പറയാറുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂവിൽ ചോദിച്ചേട്ടൻ പറഞ്ഞാൽ ആദ്യം സ്റ്റീൽ ഗ്ലാസ് ആയിരിക്കും, പിന്നെ നമുക്ക് കുപ്പി ഗ്ലാസ് ആവും, പിന്നെ നമുക്ക് സ്പെഷ്യൽ കപ്പ് ആവും. അതെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പേപ്പർ ഗ്ലാസ്, പ്ലാസ്റ്റിക് ഗ്ലാസ് ഒക്കെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആയാലും കുപ്പി ഗ്ലാസ് ആയാലും പ്രശ്നമില്ല, കപ്പായാലും പ്രശ്നമില്ല. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആദ്യം തൊട്ട് തന്നെ കുപ്പി ഗ്ലാസ് ആയാലും ഇല്ല, അങ്ങനെ ഞാൻ പറയണമെന്നില്ല. വിശേഷങ്ങൾ പൊതുവെ ചായ അങ്ങനെ അത്ര വലിയ സംഭവമായിട്ട് കാണാത്തോണ്ട് സെറ്റിൽ കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? സെറ്റിൽ കിട്ടുന്നത് വെച്ചിട്ട് മീൻകറി. അല്ല മീൻകറി ബിരിയാണി. മീൻകറിയാണെന്ന് തോന്നുന്നു ഫേവറേറ്റ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചോദിച്ചപ്പോൾ ഓർമ്മയില്ല ഏറ്റവും ഫേവറേറ്റ് എന്താ ചോദിച്ചപ്പോൾ മീൻകറി വിട്ടിട്ട് കളിയില്ല. അതെ ഇത് നമ്മളുടെ ഇവിടെ ഇത് ഈ സംഭവം കുറച്ചെടുത്തിട്ടു. ഇത് കുനാഫയുടെ നമ്മൾ അല്ല അവന്റെ അനിയനായിട്ട് ഖലീഫ. അതല്ലേ കുനാഫ. ഇത് ഏലക്കാപ്പൊടിയല്ലേ? ഇത് ഏലക്കാപ്പൊടിയല്ലേ? നമ്മുടെ വിയേർഡ് ആയിട്ടുള്ള ഈ ഫുഡ് കോമ്പിനേഷൻസ് ഇല്ലേ, ഇപ്പം ഹൽവ മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റ് ആണ്. അത് നമ്മൾ മാത്രം കഴിക്കുന്നുണ്ടാവുമല്ലോ, വേറെ ആൾക്കാരെ. ഞാൻ അൽവയും വേറൊരു സാധനം കൂടി കഴിക്കുന്നുണ്ട്, ഫേവറേറ്റ് ആണ്. പുട്ടുണ്ടല്ലോ, നല്ല അരിപ്പുട്ടും നല്ല പഞ്ഞി പോലത്തെ തേങ്ങക്ക് ഒരുപാടിട്ട് നല്ല പഞ്ഞി പോലത്തെ അരിപ്പുട്ടും അതിന്റെ കൂടെ നല്ല ഹൽവയും കൂടി ഇട്ടിട്ട്, ഹൽവ കറുത്ത ഹൽവയില്ലേ, കറുത്ത ഹൽവയും കൂടി ഇട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് കഴിക്കണം. അയ്യോ എന്റെ മിൽക്ക് മെയ്ഡ്. നല്ല ഏത്തക്ക പുഴുങ്ങണം. ഏത്തക്ക പുഴുങ്ങിയിട്ട് നല്ല പൂരിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കുഴക്കണം. കുഴച്ചിട്ട് നല്ല പൂരി ഇട്ടേക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി ഇട്ടേക്കണം. എന്തൊരു ടേസ്റ്റാന്ന് പറയും. അത് പുട്ടിന്റെ ഒപ്പം ചെയ്യാലോ. പുട്ടിനൊപ്പം ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, ഏത്തക്ക പുട്ടെന്നൊക്കെ പറഞ്ഞു. ഏത്തക്കായ വെച്ച് ഒരുപാട് സാധനം ഉണ്ടാക്കാം. ഉന്നക്കായ ഉണ്ടാക്കാം, പിന്നെ പഴം നിറച്ചത്. ആരും ഉന്നക്കൊക്കെ ഓൾറെഡി ഒരു ഡിഷാണ്. അല്ലല്ല, ഏത്തപ്പഴം ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ, നല്ലോണം കുഴക്കിട്ട് കുറച്ച് ഒരിത്തിരി ഗോതമ്പ് പൊടി ഇട്ടിട്ട് അങ്ങനെ ഉരുട്ടണം. അതെല്ലാം ഉരുട്ടി അങ്ങനെ മറ്റേ കശുവണ്ടി കിസ്മസ് എല്ലാം ഇട്ട് ശർക്കരയൊക്കെ കുറച്ച് ഇട്ടിട്ട് പഞ്ചസാര ഉണ്ടെങ്കിൽ അതാവാം. ഇങ്ങനെ കുഴച്ചിട്ട് കുഞ്ഞു 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 ഉണ്ടകളായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഉന്നക്കായുടെ ഒക്കെ അത്ര ഉള്ള കുഞ്ഞിന് അത് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, നമ്മുടെ ശർക്കര വന്നിട്ടുണ്ട്. ശർക്കര വന്നിട്ടുണ്ട്. ഇത്രയും ശർക്കര വേണോ? ഇത്രയും ശർക്കര തന്നോളൂ. അപ്പൊ നമ്മൾ വിയേർഡ് കോമ്പിനേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ അടുത്ത് ലാലേട്ടൻ വരെ ഒരു വിയേർഡ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ ചെയ്തത്? അതെന്താന്ന് വെച്ചാൽ നെയ്ക്കകത്ത് ഏത്തക്കായ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് അതിലിട്ട് വാട്ടിയിട്ട് അതിലിങ്ങനെ ശർക്കര ഇട്ട് പിന്നെ ഒന്ന് നല്ലോണം വിളയിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നെയ്ക്കകത്ത് കുറച്ച് കശുവണ്ടിയായിട്ട് അതൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലതായിട്ട് വരട്ടിയെടുത്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് തേങ്ങ ഇടണം. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ വരട്ടി മാറ്റി വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ചിട്ട് ഐസ്ക്രീം അല്ല, അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക. എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്റെ വീഡിയോ നിങ്ങൾ ലാലേട്ടന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ലാലേട്ടന്റെ വീഡിയോ യൂട്യൂബിൽ കയറി കാണാം. ഇവിടെ എന്റെ വീഡിയോ ആണ്, എന്റെ വീഡിയോ. ഓക്കെ, എനിക്കിതിന് ഫീൽ ആവുമായിരുന്നു. ഇത് വൈറലാവണോ? ഈ രസമായിട്ട് ഈ ഓണത്തിന് എല്ലാ അച്ഛനമ്മമാരും അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും ഇത് ചെയ്തത് ഭയങ്കര മോശം. ഇപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഞാൻ കണ്ടുപോലും ഇല്ല. അതല്ല, എല്ലാം സഹിക്കാം. മോഹൻലാലിന്റെ പുതിയ സിനിമ പറയാൻ ലാലേട്ടന്റെ പല കാര്യം പറയാം.
ലാലേട്ടൻ ഉണ്ടാക്കിയ ഡിഷ് വൈറലായി. പുള്ളി വർഷത്തിലും നൂറ്റാണ്ടിലും പക്ഷേ ആ സംഭവം നമ്മളെല്ലാവരും ഉണ്ടാക്കി കഴിക്കില്ലുണ്ട്. സെയിം ആ സാധനം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഐസ്ക്രീം ഇട്ട് കഴിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഐസ്ക്രീം ഇട്ട് കഴിക്കുമ്പോൾ വേറെ രുചിയായിരിക്കും. ഐസ്ക്രീം പക്ഷെ ഇങ്ങനെ ഡിഷേ ഉണ്ടാക്കിയിട്ടില്ല ചേച്ചി. ബട്ടർ ഇട്ടിട്ടുണ്ട് കുറച്ച്. നമുക്ക് ഈ ബട്ടർ എടുത്ത് ഇങ്ങോട്ട് ഇട്ടേ. ഞാൻ ഇതിട്ടെ മോനെ വേറെ ലെവലാട്ടോ. വേറെ ലെവലാണ്. സ്വന്തം അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ? അയ്യോ ശർക്കര നമ്മൾ മൊത്തം എടുത്തിട്ടു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി. ഇനി ഇത് ചെറിയ തീയിൽ കടന്ന് ഇങ്ങനെ കുറുകും. നല്ല മണം ഇങ്ങനെ അടിച്ചിട്ട് എന്റെ മോനെ മോനെ ദാസ നമ്മൾ ഇതിട്ടായിരുന്നോ? ഇല്ല, അത് അവസാനമാണ്. അത് അവസാനം കടിക്കാൻ കിട്ടണം. ഏലക്കയും നെയ്യും അല്ല ഏലക്കയും ബട്ടറും പിന്നെന്താണ് മധുരക്കിഴങ്ങും എല്ലാം കൂടി ഫ്രഷ് ക്രീമും. ഫ്രഷ് ക്രീം ആണോ തേങ്ങാപ്പാലാണോ? അത് ഫ്രഷ് ക്രീം കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് അല്ലേ? തേങ്ങാപ്പാൽ ഇട്ടത്. ഫ്രഷ് ക്രീം ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഈ കുറുകി വരുന്നുണ്ട്. ഇത് വളരെ സ്പീഡിൽ നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന. അതെ, വളരെ സിമ്പിളാണ്. പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞ 5 മിനിറ്റിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വരട്ടിയ മിക്സ്ചർ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ചൂടാക്കി അതിനകത്തേക്ക് ബട്ടർ ഇടാൻ വേണ്ടി പോവുകയാണ്. എത്ര മൊത്തം ഇടണോ? ഒരു സ്പൂണൊക്കെ ഇട്ടാൽ ബട്ടർ തിരിച്ച് വെക്കുന്നു. കേട്ടോ ഇട്ടു മതിയല്ലോ. അല്ല ഇത് മറ്റേ ശർക്കര ഇല്ലല്ലോ എനിക്ക്. മൊത്തം നേരത്തെ കുറച്ച് ശർക്കര കുറച്ച് ശർക്കര ശർക്കര മൊത്തം എടുത്തിട്ടു. അത് തീർത്ത് കളയല്ലേ, എനിക്ക് ആവശ്യമുള്ളതാണ്. നമ്മളൊരു ഷെയറിംഗ് ആൻഡ് കെയറിംഗ് പോയാൽ അത് ശരിയാ. പക്ഷെ സ്വന്തം സാധനം സൂക്ഷിക്കണം. അത് നിന്ന് തീർത്തിട്ട് ഇതൊക്കെ ഇട്ടു. ഓക്കെ. അപ്പം ബട്ടർ ഇട്ടു. ബട്ടറിന് മുകളിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് സ്റ്റിർ ചെയ്യണം. കാരമലൈസ് ചെയ്യണം. ഓക്കെ, അടുത്താണ് നമ്മുടെ റബ്ഡി. അല്ലല്ല, അത് വെർമസെല്ലി. ഈ ഡിഷിന്റെ ഒരു മധുരം എന്ന് പറയുന്ന ഈ ഡിഷിനെ ഞാൻ ഇതിന്റെ പേരെന്താ അപ്പോ? വെർമസെല്ലി. നമുക്കുണ്ടല്ലോ വെർമസെല്ലി. അത് അടിച്ചോണ്ട് പോവാം. കൊണ്ടുപോയിക്കൊന്ന് അവിടെ. സേമിയ എന്ന് പറഞ്ഞാൽ പറയാം നമുക്ക്. സേമിയ അത് പുകഞ്ഞ് പുകയൊക്കെ സമാധാനം. പക്ഷെ ഇത് നല്ല ഇങ്ങനെ കുനാഫേന്റെ ഒരു ഇതൊക്കെ വരുന്നു. ആര് നിങ്ങൾക്ക് ഖലീഫ കുനാഫ അതൊന്നും അല്ല. ഇത് റബ്ഡി. റബ്ഡി ഞാൻ പറഞ്ഞപ്പോഴത് പർമസേരയാണ്. പർമസേര അല്ല, വർമസാല. വർമ്മയാക്കിയ ഓർമ്മ വരുന്നത്. ഓക്കെ. ആഹാ, ടേസ്റ്റ് നോക്കാൻ പറ്റുമോ ഷെഫ്? ഇല്ല, ചുമ്മാ ഇടേ. ഓൾമോസ്റ്റ് നമ്മൾ റെഡിയായി കഴിഞ്ഞു അല്ലേ? ഓക്കെ. നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നതിന് പകരം ഇതാണ് ഇതായിരുന്നത്. ഇതേ പിന്നെ എടുത്ത് തീ ഓഫ് ആക്കിയോ? ആ ബട്ടറിങ് എടുക്കാവോ? നമ്മൾ കുറച്ചുകൂടെ ബട്ടറൊക്കെ ഇടും. മോനെ പിന്നെന്താ ഉപ്പിട്ടു അല്ലേ? കുറച്ച് ഉപ്പിട്ടു. ഇതിലോ? ഇതിൽ കണ്ടുപിടിച്ചു. ഓക്കെ. ഇതെടുത്ത് മാറ്റിയ ശേഷം നമ്മൾ അങ്ങോട്ട് വെച്ച് മധുരം മധുരം കുറച്ചുകൂടെ വേണ്ടേ അല്ലേ? ഇന്നത്തെ വീണ്ടും വെച്ചു. മധുരം വേണ്ടേ? എനിക്ക് മധുരം പൊതുവെ കുറവ് ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇത് മതി. അങ്ങനെയൊക്കെ നമുക്ക് പറയാലോ. അയ്യോ, അതിൽ ഇനിയുണ്ടോ? ഇല്ല, നമ്മുടെ കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർക്കല്ലേ ഇവിടെ പ്ലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഈ ഒരു സ്പൂണ് തീർന്നു. പ്ലേറ്റിങ്ങിന് നമുക്ക് പ്രശ്നം പറ്റുമോ? പറ്റും. എനിക്ക് തീർത്തിട്ടായിരുന്നു. ഒന്നും ഹലോ, ഇതിന് കൊച്ചിന് വേണ്ടി പ്രത്യേക ഒരു അടുപ്പ് വെക്കണം കേട്ടോ. ആരാന്ന് വെച്ചാ സെറ്റിൽ കുക്കിംഗ് ഒക്കെ കണക്കാണ്ടോ? പണ്ട് ഈ അജിത്തൊക്കെ സിനിമ സെറ്റിൽ ബിരിയാണി ഒക്കെ വയ്ക്കുന്നു. അങ്ങനെ ആരെങ്കിലും സെറ്റിൽ കുക്ക് എവിടെയാണ്? കപ്പലയുടെ സെറ്റില് അവിടെ മറ്റേ ബീഫിന്റെ എന്തോ ഒരു വെറൈറ്റി ബെന്നിച്ചേട്ടന്റെ വൈഫ് ഉണ്ടാക്കിയായിരുന്നു. അതായത് നമ്മള് അന്നയുടെ അമ്മ ഉണ്ടാക്കിയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും പറയണ്ടായിരുന്നു. ഞാൻ വ്രതമായിരുന്നു. അല്ല, ബീഫ് അല്ലെങ്കിലും കഴിക്കില്ല, ബീഫ് കഴിക്കാറില്ല. അങ്ങനെ പറയുമ്പോ എല്ലാം വെജിറ്റേറിയനും ആണ്, എല്ലാം നോൺ വെജും ആണ്. നമ്മള് തീ ഓഫാക്കി വിടട്ടോ. ഞാൻ ഓഫാക്കി, ഇന്നലെ ഓഫാക്കി. അപ്പൊ കഴിച്ചാലോ? കഴിക്കാം. അപ്പൊ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ മടുക്കാന്ന് ചൂടാക്കി നമ്മൾ അതിനകത്തോട് കുറച്ച് കാരമലൈസ്ഡ് ആയിട്ട് അത് അങ്ങനെ ഇടണം. മൊത്തം ഇടണ്ട.
ഇല്ല നമ്മൾ ഫില്ല് ചെയ്യാൻ പോകില്ല, നമുക്ക് എല്ലാം കിട്ടാൻ. കുറച്ചിട്ടിട്ട് അത് ഫില്ല് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച് അതിൻ്റെ പേര് ഒന്നും വന്ന് പറഞ്ഞല്ലോ, വെർമസെല്ലി. വർമ്മ. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ഭാഗമായി മിക്സ് ചെയ്ത് നമ്മൾ പ്ലേറ്റ് ചെയ്യണം. ഇത് 3 പേർക്ക് ഓരോന്ന് വെച്ച് തന്നാണോ? അല്ല, ഒരെണ്ണം വെക്കുന്നു. ഇതിലേക്കാണോ ഇടുന്നത്? ഇതിലേക്ക് ഓരോരോ ഭാഗമായിട്ട് ഇട്ടു നിറച്ചങ്ങനെ വാഴയില വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കേ, മതിയോ? ഇനി എന്നിട്ട് അത് ഒന്നുകൂടെ ചൂടാക്കി മുകളിലങ്ങ് ഇട്ടു, ചൂടാക്കിയിട്ട് മുകളിലിട്ടു. അപ്പം നമുക്കത് ഇനി ഇത് ഉള്ളിലോട്ടാകട്ടെ? വേണ്ട, ചൂടാക്കണമെന്നില്ല, ഇതിനിപ്പോൾ ഓൾറെഡി ഇതിനുണ്ട്. ഇങ്ങനെ ആക്കിയതാണ് ജസ്റ്റ് നേരെ കുറച്ചുകൂടി ഇടാം. That is the house maps. Besti madam from chef madam, yeah. Okay. ഇനി നമ്മളിത് കഴിക്കാൻ പോവാണ്. അതെ. അതിനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി കഴിച്ചിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലൊരു വാഴയിലില്ല, വാട്ടി വെച്ച് ഇതിന്റെ കഴുത്തിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അതെനിക്ക് മനസ്സിലായി, അതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വളരെ, അതായത് വരുമെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ തലേദിവസം വേണമെങ്കിൽ ചെയ്തിട്ട് വെക്കാം ഫ്രിഡ്ജിൽ, അല്ലേ? തലേദിവസം ചെയ്ത് വെക്കാം. തലേദിവസം ചെയ്യാം, രാവിലെ ചെയ്തിട്ട് വെക്കാം. ഇതിനകത്തൊരു വിഷയം ചോദിച്ചാൽ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഡിഷസ് ഒരു സാധാരണക്കാരന് മുറ്റത്ത് പോയി ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഷടയെന്ന് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇതിന് നമ്മൾ ബദാം യൂസ് ചെയ്യുന്നതിന് വരെ വണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യാം, അല്ലേ? കപ്പലണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു റിച്ച്നെസ് കൊടുക്കാനും ഈ അണ്ടിപ്പരിപ്പിൽ നിന്ന് മാറി ചിന്തിക്കാനുമാണ് നമ്മൾ ബദാം കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ ഇത് നമുക്ക് സാത്വികമായിട്ട് ചെയ്യാം. സാത്വിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പശുമ്പാൽ ഉപയോഗിക്കാണ്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ? അതിന് മുമ്പ് നേഹയെ കൊണ്ടുവരേണ്ട ഒരു പാട്ട്. നേഹയുടെ പാട്ട് കേട്ടിട്ടില്ലല്ലോ? ഇപ്രാവശ്യം നേഹ പാടാം, കാരണം പാവപ്പെട്ട നമ്മളെ ചേച്ചിയെ. ഇതൊക്കെ എടുത്ത് മണ്ണിൻ്റെ ഒക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. ഈശ്വര. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചേരുതോവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ. അത്ര ശരിയായില്ല, എന്നാലും അവിടെ ഇവിടെ പിച്ചോട്ടൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല. താങ്ക് യു. ടേസ്റ്റ് ചെയ്യാം. അത് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണോ? ഓക്കെ. ചൂട് കാണും. ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ചൂടുണ്ടാവില്ലല്ലോ അല്ലേ? തൊട്ട് നോക്കി ഇല്ലല്ലോ. ചവച്ച് സാരി ചീത്തയാക്കി തന്നില്ലേ? സാരി ചീത്തയാക്കി തന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? എന്താണ് ഒരു അതിനവസരം ഞാനിങ്ങനെ അടിപൊളി ടേസ്റ്റ്. ചേച്ചി ഓൾറെഡി പറഞ്ഞു ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കുന്നല്ലേ വീട്ടില്? ഓണത്തിന് ഇത് ഉണ്ടാക്കുന്നേരം വീട്ടില് ഇങ്ങനെ നിൽക്കാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു, അല്ലേ, മധുരം. കടിക്കുന്നത് ഭയങ്കര രസമായിട്ട്. ഇത് ശരിക്കും കുനാഫ നമ്മളെ വീണ്ടും കൊച്ചു പുറത്താക്കണേ. കുനാഫ പോലും ഉള്ള പഞ്ചസാര പാനിയും നെയ്യും. എന്റെ പൊന്നെ ചെയ്ത് കുനാഫയുടെ എന്തെങ്കിലും ഇല്ല, ഞാൻ കടിക്കുന്നത് തോന്നുമ്പോന്ന് വെറുതെ ഞാൻ പറഞ്ഞതാ. ക്ഷമിക്കൂ എന്നോട്. നീ ചേച്ചിയുടെ ഞാൻ എടുക്കാം. സൂപ്പർ അല്ലേ? ഒന്ന് തിന്ന് തീർക്കട്ടെ, ഒരു മിനിറ്റ്. നല്ല ടേസ്റ്റ് അല്ലേ? അല്ലേ?
അടിപൊളിയല്ലേ? ആ മടക്കിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ട്. മടക്കി വെച്ചൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഫീൽ. അല്ലേ ഇത് വേറൊരു ടേസ്റ്റ് നമുക്ക് ശരിക്കൊരു. അതെ, എല്ലാ കൊതിയന്മാരും കാത്തിരിക്കുകയാണ്. അതെ, ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് കഴിക്കും. മറ്റേ നമ്മൾ കടിക്കുന്നതും ഭയങ്കര ടേസ്റ്റാ. ആൽമണ്ടും കൂടെ വരുന്നുണ്ട്, അതിന്റെ ഒരു ബട്ടറിന്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വർമ്മസലി. ചേച്ചി കഴിഞ്ഞ എപ്പിസോഡ് നമ്മള് ഒരു വേറൊരു ചില്ലി ചീസിന്റെ ഒരു സംഭവമായിരുന്നല്ലോ, ഇത് മധുരമാണ്. അപ്പം രണ്ടും എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാ നല്ലതെന്ന് പറയണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ല. അതാണ് സത്യാവസ്ഥ. മറ്റേത് വേറെ, ഇത് വേറെ. ഞാൻ ഇന്നലെ ഒരു കറി പരീക്ഷിച്ചിരുന്നു, അങ്ങനെ ടേസ്റ്റ് ആയിരുന്നു. എന്ത് കറിയായിരുന്നു? വെളുത്തുള്ളി ഇങ്ങനെ നല്ല വലിയ വെളുത്തുള്ളിയില്ലേ, അതിങ്ങനെ എണ്ണയിലിങ്ങനെ വാട്ടി അങ്ങനെ തന്നെ ഇട്ടിട്ട് കട്ട് ചെയ്തൊന്നുമില്ല, വാട്ടിയിട്ട് അതിലേക്ക് ഒപ്പം തന്നെ സവാളയും കുറച്ച് പച്ചമുളകും ഇട്ട് ഇങ്ങനെ വഴച്ച് വെച്ചിട്ട് അതിങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലി, മുളക്, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, ഉലുവ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഓട്ടിൽ വറക്കില്ലേ, എണ്ണ ഒഴിക്കാതെ വെറുതെ വറക്കില്ലേ, വറുത്ത് വെച്ചിട്ട് വറ്റൽമുളകാണേ, ഒന്നും പൊടിയില്ല, എല്ലാം കൂടി ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് അതിങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുത്തു. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ അതിട്ട് ആഡ് ചെയ്ത് കുറച്ച് കുടംപുളി ഇങ്ങനെ പിഴിഞ്ഞത് ഒഴിച്ച് കുറച്ച് ശർക്കരയും ഇട്ട് നല്ലോണം വരട്ടിയെടുത്ത് ടേസ്റ്റ് ആയിരുന്നു. തമിഴ്നാട്ടിൽ വത്തക്കുഴമ്പെന്ന് പറഞ്ഞ സാധനമാണ്. അതെനിക്ക് ആ ഈ വെളുത്തുള്ളി വലിപ്പമുള്ളത് കാണുമ്പോഴേ ഭയങ്കര കൊതി വരും, നമുക്ക് അതിങ്ങനെ ചുട്ട് കഴിക്കാനൊക്കെ. അത് തന്നെ. അപ്പൊ ചേച്ചി എന്തായാലും 2 എപ്പിസോഡ് ഈ ഷോയിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ കാര്യം നമുക്ക് ഒരു രക്ഷയില്ല അല്ലേ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറച്ച് ദിവസത്തെ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിൽ നിന്ന് ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഭയങ്കര നല്ലൊരു ആദ്യം എരിവും പുളിയും എല്ലാം ഉള്ള ഒരു ആദ്യത്തെ ദിവസത്തെ അനുഭവം. ഇന്നത്തെ ദിവസം നല്ല മധുരം അല്ലേ, ബട്ടറും ശർക്കരയും. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കും. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾക്ക് ചേച്ചി പോകുന്നതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ഇന്നുണ്ട് ഗിഫ്റ്റ്. അതെ, അപ്പൊ ഗിഫ്റ്റ്സിലേക്ക് കിടക്കാം. നല്ല രുചികരമായിട്ടുള്ള കറികൾക്ക് നല്ല പുളി വേണം. അതിന് നമ്മുടെ സ്വന്തം SS ആഗ്രോ ഫുഡ് പെറ്റ്സിന്റെ വാളൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കറിക്ക് പുളി ആവശ്യമാണ്. അതെ, ആവശ്യമാണ്. ഫുഡ് ടേസ്റ്റ് ആവാൻ ഉപ്പ് വേണം. നല്ല ഉപ്പിന് ടേസ്റ്റ് ഓഫ് ഫുഡ്സിന്റെ ഉപ്പായി പുളിയായി. ഇനി അടുത്തത് അടുത്തത് സീക്രട്ട് വൈറ്റൽസ് ബൈ GRTS ഫുഡ് പ്രൊഡക്ട്സ് ആണ്. പുട്ടുപൊടി. കുഞ്ഞുങ്ങളുടെ മേനിക്ക് സുഗന്ധം പകരാൻ നമ്മുടെ സ്വന്തം പൈതൃക വെർജിൻ കോക്കനട്ട് ഓയിലാണ്. എന്ത് ഓയിൽ നമ്മൾ പറയുന്നത്? പരിശുദ്ധിയുള്ള പാചകം, ആരോഗ്യമുള്ള ജീവിതം. അപ്പൊ നമ്മുടെ വെൽവയുടെ പ്യുവർ കോക്കനട്ട് ഓയിലാണ്. നമ്മളെ മക്കളും നാടൻ ഭക്ഷണ രീതി ശീലമാക്കാം. അപ്പൊ പാപ്പം ഇഡ്ലി മാവാണ്, അപ്പമാവും ഉണ്ട്, ദോശമാവും ഒക്കെ മാവ്. ഒത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. ചേച്ചിക്ക് പുട്ട് ഇഷ്ടമുള്ളതാണോ? പുട്ടും ഹൽവയും. യെസ്, അപ്പൊ അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ സ്പൈസ് കേക്സിന്റെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ കേക്കാണ്. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഷോയിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഈ 2 എപ്പിസോഡ് നമുക്ക് ചേച്ചിയോട് താങ്ക് യു പറയാം. 2 എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മൊത്തം ത്രൂ ഔട്ട് നല്ല അടിപൊളി ഗംഭീരമായിട്ട് കുറെ ഫുഡിനെ പറ്റിയിട്ട് അവിടുന്ന് ഇവിടുന്ന് എനിക്ക് ക്ലാസ് പോലെയായിരുന്നു. ഇങ്ങനെ കുറെ ടിപ്സ് ഒക്കെ അല്ല, അങ്ങനെ പറയരുത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്തായാലും അമ്മയോട് ചോദിക്കും, ഒന്ന് ട്രൈ ചെയ്യാം നമുക്കൊന്ന്. വീട്ടിൽ പോയിട്ട് എന്തായാലും അമ്മയോട് ഞാൻ ചോദിക്കും ട്രൈ ചെയ്യുന്നു. അപ്പം എന്തായാലും അതാ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു ഡിഷായിട്ട് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് നിഷ ചേച്ചി. Bye. Bye.